മെയ് 1 മുതൽ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ എന്താണ് എന്നത് നമുക്കൊന്ന് നോക്കിയാലോ. സാധാരണ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചില തീരുമാനങ്ങൾ, നമ്മുടെ മേൽ തന്നെ വരുന്ന നിയന്ത്രണങ്ങൾ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ നിർബന്ധമായും ഈ മാറ്റങ്ങൾക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? മെയ് 1 മുതൽ ATM നിയന്ത്രണങ്ങൾ നിലവിൽ വരികയാണ്. സൗജന്യ ATM ഇടപാടുകൾ, UPI വഴിയുള്ള ATM ഇടപാടുകൾ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് ആ ഇടപാടുകൾക്ക് ചാർജ് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇടപാടുകളുടെ എണ്ണം നിജപ്പെടുത്തും എന്നതാണ് പ്രധാനം. കാർഡില്ലാത്ത UPI വഴി ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണമുണ്ടാകും എന്നതാണ് രണ്ടാമത്തെ മാറ്റം. സൗജന്യ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇടപാടിനും നൽകുന്ന പണം 23 രൂപ അധികമായി ചാർജ് ഈടാക്കുമെന്നുള്ളതാണ്. നിലവിൽ അത് 21 രൂപയാണ്. ഇനി അത് 23 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ ATM നിയന്ത്രണമാണ് നോക്കിയത്. ഇനി അടുത്തത് UPI വഴിയുള്ള നിയന്ത്രണങ്ങളാണ്. UPI വഴിയുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. UPI ആപ്പുകൾ വഴി ഒരു ദിവസം നടത്താവുന്ന ബാലൻസ് പരിശോധനകൾക്ക് നിയന്ത്രണം കൊണ്ടുവരും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വലിയ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് എത്രയുണ്ട് എന്ന് നോക്കും. പിന്നെയും ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ കുറച്ച് പൈസ ബാലൻസ് കുറയും എന്നുള്ളതായിരിക്കും അതിൽ വരാൻ പോകുന്നത്. ഇനി കൂടുതൽ സുരക്ഷയ്ക്കായി UPI ട്രാൻസാക്ഷനുകളിൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ കൊണ്ടുവരും എന്നതാണ് പ്രധാനം. ഇനി 15,000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ അതിന് നമുക്ക് OTP വേണ്ടി വരും എന്നതും പ്രധാനമാണ്. ഉപയോഗിക്കാത്ത UPI ഐഡികൾ റദ്ദാക്കാനുള്ള തീരുമാനവും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ UPIയും നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് ചാർജുകളിൽ എന്ത് മാറ്റം വരും എന്നത് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം വരാൻ പോകുന്നത്, കെട്ടിട വാടക അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് അധിക ചാർജ് നൽകേണ്ടി വരും. റിവാർഡ് പോയിന്റുകളുടെ മൂല്യം മാറും. ചില കാർഡുകളിൽ റിവാർഡ് പോയിന്റുകളുടെ മൂല്യം കുറയും എന്നത് പ്രധാനപ്പെട്ട ഒരു മാറ്റമായി നമ്മൾ പരിഗണിക്കേണ്ടി വരും. ഇനി അടുത്തത് ഓൺലൈൻ ഗെയിമുകളാണ്. ഓൺലൈൻ ഗെയിമുകളിൽ പണം വെച്ച് കളിക്കുന്ന ഗെയിമുകൾക്ക് നിയന്ത്രണമോ നിരോധനമോ ഏർപ്പെടുത്തും എന്നതാണ് ഇന്ന് മുതൽ വരാൻ പോകുന്ന ഒരു മാറ്റം. ഗെയിമിംഗ് പരസ്യങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ഗെയിമിംഗ് ചെയ്യുന്ന വ്യക്തിയുടെ പ്രായം നിർബന്ധമായും പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനമായിരിക്കുന്നു എന്നതും പ്രധാനമാണ്. അമിത ഗെയിമിംഗ് തടയാൻ സമയപരിധി നിർബന്ധമാക്കാനുള്ള തീരുമാനവും ഉണ്ടാവുകയാണ്. ഇനി അടുത്തത് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിൽ 35% വരെ നോൺ ഇക്വിറ്റി നിക്ഷേപം ആയിരിക്കും എന്നത് പ്രധാനമാണ്. റിട്ടയർമെന്റ്, ചിൽഡ്രൻ ഫണ്ട് എന്നീ കാറ്റഗറികൾ സെബി നിർത്തലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് മുതൽ മെയ് 1 മുതൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ.